ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1473 ദിവസമായി ഇന്ന് 2025 മെയ് മാസം 27 ചൊവ്വാഴ്ച, 1200 ആണ്ട് ഇടവമാസം 13 ഗുരുവചനങ്ങളിലൂടെ ആധ്യാത്മിക മോക്ഷത്തിനായി മതപരിവർത്തനം ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ 19 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചിലർ ഈ അവസ്ഥയെ നിർവികൽപ്പ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റു ചിലർ ഇതായിരിക്കും പരമഹംസ പദമെന്ന് കരുതുന്നു. ബൗദ്ധന്മാർ ഇതിനെ തന്നെ നിർവ്വാണമെന്നും എല്ലാ നാനാത്വങ്ങളെയും ഏകതയിൽ ലയിപ്പിക്കുന്ന അളവറ്റ വെളിവായിരിക്കുന്ന അമിതാഭയെന്നും പറഞ്ഞു വരാറുണ്ട്. ഇതിൻ്റെ സാങ്കേതികതയെപ്പറ്റിയൊന്നും നല്ല വിവരമില്ലാത്തവർ ഈ അനുഭവത്തെ തന്നെ പരമാനന്ദമെന്നും പരമസുഖമെന്നും കരുതിപ്പോരുന്നു. ചിലർക്ക് ഈ അവസ്ഥയുളവാക്കുന്നത് മരണാനന്തരമാണ്. അവർ അതിനെ രക്ഷയായിട്ടോ സ്വർഗപ്രാപ്തിയായിട്ടോ കരുതുന്നു. സംസ്കൃതത്തിൽ ഈ ആശയത്തെ മോക്ഷമെന്ന് വിളിക്കുന്നു. മോക്ഷം ജീവിച്ചിരിക്കവേ തന്നെ ഒരാൾക്ക് ലഭിച്ചുകൂടുന്നില്ല. അതിനെ ജീവമുക്തി എന്നാണ് വിളിച്ചു വരാറുള്ളത്. ഏതു പേരിലറിഞ്ഞാലും ഈ ആശയങ്ങളുടെ എല്ലാം പിന്നിലുള്ളത് കേവലമായ ഒരനുഭൂതി മാത്രമാണ്. ഈ പഴയ ആശയത്തിൽ പുതുമ കണ്ടെത്തിയവർ അതിനെ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.